പാകിസ്ഥാനെ പിളർത്തി ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം. ബലൂചിസ്ഥാൻ മേഖല മാത്രമല്ല, ബലൂചിസ്ഥാന്റെ പുറത്തുള്ള ഭൂപ്രദേശങ്ങളും പട്ടണങ്ങളും കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി. കഴിഞ്ഞ 48 മണിക്കൂറായി നടക്കുന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ 250-ലധികം സൈനികരെ വധിച്ചു എന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നത്. പാകിസ്ഥാനിലെ 8 സംസ്ഥാനങ്ങളിൽ ആകെ ആക്രമണങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമി നടത്തി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ISIയുടെ ആസ്ഥാനം, നോഷ്കയിലെ ISIയുടെ ആസ്ഥാനത്തിലടക്കം ചാവേർ സ്ഫോടനങ്ങളാണ് ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയത്. ബലൂചിസ്ഥാൻ എന്ന ഭൂപ്രദേശത്തിന്റെ വിമോചനത്തിനായി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി. എന്നാൽ ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്ന ഭൂപ്രദേശത്തെ മാത്രമല്ല, അതിന് പുറത്ത് പാകിസ്ഥാനിലെ മറ്റു ഭൂപ്രദേശങ്ങളെ കൂടി തങ്ങളുടെ അധീനതയിലാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ബലൂജ് ലിബറേഷൻ ആർമി. ഇതിന് തെഹ്രിക്ക് താലിബാൻ എന്ന ഖൈബർ പഷ്തൂങ്ക മേഖലയിലെ വലിയ സ്വാധീനമുള്ള മറ്റൊരു സായുധ സംഘത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പാകിസ്ഥാനിലെ 4 പ്രവിശ്യകൾ, ആ 4 പ്രവിശ്യകളിൽ 2 പ്രവിശ്യകളിൽ വലിയ സ്വാധീനമുള്ള 2 സായുധ സംഘടനകൾ, ഒന്ന് ബലൂജ് ലിബറേഷൻ ആർമി, മറ്റൊന്ന് തെഹ്രിക്ക് താലിബാൻ. ഈ 2 സായുധ സംഘടനകളും ചേർന്ന് 2 ഭൂപ്രദേശങ്ങളെ, 2 പ്രവിശ്യകളെ, അതായത് പാകിസ്ഥാന്റെ പകുതിയെ പിളർത്തിയിരിക്കുന്നു. ഇനി അവരുടെ ലക്ഷ്യം പാകിസ്ഥാനിലെ ബാക്കി ഭൂപ്രദേശത്തേക്ക് പിടിച്ചടക്കുക എന്നുള്ളതാണ്. അതായത് പഞ്ചാബ് സിന്ധ് മേഖല. അങ്ങനെ ആ മേഖലയിൽ കൂടി അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ എത്തിയാൽ പാകിസ്ഥാൻ പൂർണ്ണമായും വിമതന്മാർ പിടിച്ചെടുക്കും, വിമതന്മാരുടെ കയ്യിലേക്ക് എത്തും. അസീം മുനീറും ഷഹബാസ് ഷെരീഫും അടക്കമുള്ള ആളുകൾ പാകിസ്ഥാൻ വിട്ടോടേണ്ടി വരും. അസീം മുനീറും പാകിസ്ഥാനിലെ സൈന്യവും പാകിസ്ഥാനിൽ നിന്ന് എന്നേക്കുമായി തുരത്തപ്പെടും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ പകുതി ഭൂപ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നു വിമതന്മാർ. പാക് സൈന്യത്തെ തുരത്തി ഓടിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ 2ആയോ 3ആയോ വിഭജിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വളരെ ചെറിയ വിവരങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്നത്.